Namaste friends, I am Vinu from Dr. APJ Nursing Academy. Today I am going to discuss of Kerala PSC previous questions. So, ഒരിക്കൽ കൂടി ഞങ്ങളുടെ ടെലഗ്രാം ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എല്ലാ ചൊവ്വാഴ്ചയും നമ്മൾ കേരള PSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ ചെയ്തു വരുവാണ്. അപ്പോൾ നമ്മുടെ ഡിസ്കഷൻ സീരീസ് അഞ്ചാമത്തെ ഡിസ്കഷൻ സീരീസ് ആണ് നടക്കുന്നത്. കേരള PSC DHS ട്യൂട്ടർ 41 മുതൽ 70 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ കൊറോണ കാലമാണ്, ക്വാറന്റൈൻ കാലമാണ്. അത് നിങ്ങൾ കൂടുതൽ ഒരു ക്വാളിറ്റി ടൈം ആക്കി നിങ്ങൾ മാറ്റിക്കോണം. അപ്പം ഇതിൽ അറിഞ്ഞിരിക്കേണ്ടത്, നമുക്ക് ഏതൊരു എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ആവുകയാണെങ്കിലും ഏകദേശം 6 മാസത്തോളം പ്രിപ്പറേഷൻ ടൈം എടുക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ 6 മാസത്തോളം നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ടൈം വരും. അപ്പൊ 6 മാസം കൊണ്ട് നല്ലതുപോലെ പഠിച്ചെടുക്കുക കേട്ടോ. അപ്പം ഇന്ന് ഈ ടെലഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ആണ്. നമ്മൾ ആ പഠിപ്പിക്കേണ്ട ടോപ്പിക്സുകൾ, എക്സാം ടോപ്പിക്സുകൾ എല്ലാം തന്നെ നമ്മുടെ ടൈം ടേബിളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾ ഫോളോ ചെയ്ത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അത് പഠിച്ച് ആ മോഡൽ എക്സാം എഴുതി മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കണം. അത് നിങ്ങൾക്കൊരു മോട്ടിവേഷൻ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എല്ലാം നിങ്ങൾ മൈൻഡ് ചെയ്യുക. അത് ഒരു ഓർഡറിലാക്കി നിങ്ങൾ സെറ്റ് ചെയ്ത് പോയാൽ മതി കേട്ടോ. അപ്പോൾ ഒരുപാട് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും എടുത്ത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ ലളിതമായിട്ട്, ഹാർഡ് വർക്കിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് സ്മാർട്ട് വർക്കാണ് വേണ്ടുന്നത് കേട്ടോ. ഹാർഡ് വർക്കിങ്ങിനെക്കാട്ടി കൂടുതൽ സ്മാർട്ട് വർക്ക് രീതിയിലുള്ള സ്റ്റഡിയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ അറിയാവുന്നത് ഓരോ ദിവസം ചെറിയ ചെറിയ രീതിയിൽ പഠിച്ചു പോകുക കേട്ടോ. 6 മാസം ഒരു പ്രിപ്പറേഷൻ ടൈമിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഫസ്റ്റ് ഡിസ്കഷനിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബക്ക് എക്സ്റ്റൻഷൻ ബിലോങ് ടു മെത്തേഡ് ഓഫ് ട്രാക്ഷൻ: സ്കെൽറ്റൽ ട്രാക്ഷൻ, സ്കിൻ ട്രാക്ഷൻ, ഡ്രസൽ ട്രാക്ഷൻ, സ്കൾ ട്രാക്ഷൻ. അപ്പോൾ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, സ്കിൻ ട്രാക്ഷൻ ഈസ് ദ കറക്റ്റ് ആൻസർ. സോ നമുക്ക് നോക്കാം എന്താണ് സ്കിൻ ട്രാക്ഷൻ, അതുപോലെ തന്നെ എന്താണ് സ്കെൽറ്റൽ ട്രാക്ഷൻ എന്ന് നോക്കാം. സ്കിൻ ട്രാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ട്രാക്ഷൻ അറേഞ്ച് ചെയ്യുന്ന മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇമ്മൊബിലൈസ് ദ അല്ലെ ഫ്രാക്ചേർഡ് ബോഡി പാർട്ട് വിത്ത് പുള്ളിങ് ഫോഴ്സ് അല്ലെ, അല്ലെങ്കിൽ കൗണ്ടർ വെയിറ്റിൽ കൊടുത്ത് നമ്മൾ ഇമ്മൊബിലൈസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ട്രാക്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ട്രാക്ഷനെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം: സ്കിൻ ട്രാക്ഷൻ എന്നും സ്കെൽറ്റൽ ട്രാക്ഷൻ എന്നും. സ്കിൻ ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ ടേപ്പ് അപ്ലൈ ചെയ്ത് അല്ലെ, സ്കിന്നിനകത്ത് ടേപ്പ് അപ്ലൈ ചെയ്തതിന് ശേഷം അത് ആ ടേപ്പിനെ ഒരു കൗണ്ടർ വെയിറ്റ്, പുള്ളി വിത്ത് കൗണ്ടർ വെയിറ്റ് അപ്ലൈ ചെയ്ത് ഇമ്മൊബിലൈസ് ചെയ്യുന്നതാണ് സ്കിൻ ട്രാക്ഷൻ. സ്കെൽറ്റൽ ട്രാക്ഷൻ എന്ന് പറയുന്നത് ടേപ്പ് ചുറ്റുന്നതോടൊപ്പം തന്നെ ബോൺസിനകത്ത് എന്ത് ചെയ്യും, പിന്ന് അല്ലെ സ്റ്റെഡ്മാൻ പിന്ന് അല്ലെങ്കിൽ കെ വയർ ബോണുമായിട്ട് സർജിക്കലി ഇംപ്ലാന്റ് ചെയ്ത് അതിനകത്തൂടെ നമ്മൾ പുള്ളി എടുത്ത് ഇമ്മൊബിലൈസ് ചെയ്ത് വെയിറ്റ്, കൗണ്ടർ വെയിറ്റ് കൊടുത്തെടുക്കുന്ന ട്രാക്ഷൻ ആണ് ഏതെന്ന് പറയുന്നത് സ്കെൽറ്റൽ ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതിനകത്ത് ഓപ്ഷൻ വന്നേക്കുന്നത് ബക്ക് ട്രാക്ഷൻ എന്താണെന്ന് അറിഞ്ഞാൽ, ബക്ക് ട്രാക്ഷൻ ഇതുപോലെ ഒരു സ്കിൻ ട്രാക്ഷൻ ആണ്, മെയിൻലി ഫോർ ദ എമർജൻസി അല്ലെ ടെമ്പററി മാനേജ്മെന്റ് ഓഫ് ഫ്രാക്ചർ ഓഫ് ഫീമർ ഹെഡ് അല്ലെ, ഫീമറൽ ഹെഡ് ഷാഫ്റ്റ് അല്ലെ, മെയിൻലി ചിൽഡ്രനിലൊക്കെയാണ് ഇത് കോമൺലി യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓപ്ഷൻ സിയും അറിഞ്ഞിരിക്കണം, റസൽ ട്രാക്ഷൻ. റസൽ ട്രാക്ഷൻ ബോത്ത് സ്കിൻ ട്രാക്ഷനും സ്കെൽറ്റൽ ട്രാക്ഷനും കൂടെ അപ്ലൈ ചെയ്യുന്ന ഒരു ടൈപ്പ് ട്രാക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത് റസൽ ട്രാക്ഷൻ, മെയിൻലി ഫോർ ദി മാനേജ്മെന്റ് ഓഫ് ഫ്രാക്ചർ ഓഫ് ഷാഫ്റ്റ് ഓഫ് ഫീമർ ഓർ ആർത്തോപ്ലാസ്റ്റി ഓപ്പറേഷൻ ഓഫ് ഹിപ്പിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ട്രാക്ഷൻ ആണ് ഏതെന്ന് പറയുന്ന റസൽ ട്രാക്ഷൻ. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, മൂവിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, common carotid artery divides at the level of inferior border of thyroid cartilage, superior border of thyroid bone, superior border of thyroid cartilage, lateral border of cricoid cartilage. അപ്പോൾ കോമൺ കരോയിഡ് ആർട്ടറി ഡിവൈഡ് ചെയ്യുന്നത് ഏത് ലെവൽ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. അപ്പോൾ ഇതാണ് ബൈഫ്യൂരിഫിക്കേഷൻ ഓഫ് കോമൺ കരോയിഡ് ആർട്ടറി. കോമൺ കരോയിഡ് ആർട്ടറി രണ്ടായിട്ട് ബൈഫർക്കേറ്റ് അല്ലെ, ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറിയും എക്സ്റ്റേണൽ കരോട്ടിഡ് ആർട്ടറിയുമായിട്ട് രണ്ടായിട്ട് എന്ത് ചെയ്യും, ബൈഫെരിക്കേറ്റ് ചെയ്യും. അപ്പൊ കോമൺ കരോട്ടറി ബൈഫെരിക്കേറ്റ് ഇൻറ്റു എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറി അറ്റ് ദ ലെവൽ ഓഫ് upper border of thyroid cartilage. Upper border of thyroid cartilage, it means superior border of thyroid cartilage.
അപ്പം ആ ബൈഫർക്കേഷൻ ചെയ്യുന്നിടത്ത് രണ്ട് ഇമ്പോർട്ടൻസ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പം ആ ബൈഫർക്കേഷൻ തുടങ്ങുന്ന സ്ഥലത്ത് വരുന്നത് കരോട്ടിഡ് സൈനസും കരോട്ടിഡ് ബോഡിയുമാണ് ഇരിക്കുന്നത്. അതിൽ കരോട്ടിഡ് സൈനസ് വരുന്ന ഇന്റേണൽ കരോട്ടിഡ് ആർട്ടറിയിൽ ബൾജ് ചെയ്താണ് വരുന്നത്. അപ്പൊ അതൊക്കെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അത് സെൻട്രൽ കീമോ റിസപ്റ്റേഴ്സ് ആണ്, അല്ലെ മെയിൻലി ബ്ലഡ് പ്രഷർ റെഗുലേഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകും. Next question, the most common organism causing cellulitis. Option A, E. coli, Pseudomonas, Beta-hemolytic streptococci and bacteroids. Option correct answer is option C, Beta-hemolytic streptococci. ഓക്കെ, അപ്പം സെല്ലുലൈറ്റിസ് അല്ലെ, മെയിൻലി ഡയബറ്റീസ് ഒക്കെ പേഷ്യൻസിന് വരുന്നതാണ് സെല്ലുലൈറ്റിസ് അല്ലെ. അപ്പം അതിന്റെ 80%, അപ്പൊ അതൊരു ഫസ്റ്റീഡിയസ് ഓർഗാനിസം ആണ്. അപ്പൊ 80% ഓഫ് കേസസ് ആർ കോസ് ബൈ ഗ്രാം പോസിറ്റീവ് ഓർഗാനിസം സ്ട്രെപ്റ്റോകോക്കെ അല്ലെ. സ്ട്രെപ്റ്റോകോക്കെ ഗ്രാം പോസിറ്റീവ് സ്ട്രെപ്റ്റോകോക്കെ ആണ്. അപ്പം ഗ്രൂപ്പ് എ ഹീമോ ലിറ്റിക് സ്ട്രെപ്റ്റോകോക്കസ് ഓർഗാനിസം ആണ് മെയിൻലി എന്ത് വരുത്തുന്ന സെല്ലുലൈറ്റിസ്. സെല്ലുലൈറ്റിസ് മീൻസ് ഇൻഫ്ലമേഷൻ ഓഫ് ദ സെൽസ്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നോക്കാം. Ossification in fetus start in 3 weeks, 5 weeks, 6 weeks, 8 weeks. അപ്പം ബോൺ ഓസിഫിക്കേഷൻ ഫീറ്റസ് ലൈഫിൽ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. 3 weeks, 5 weeks, 6 weeks, 8 weeks. അപ്പം കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. നോക്കാം, ഓസിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്കൾ ബോണും ക്ലാവിക്കിളുമാണ് ആദ്യം വരുന്നത്. 5 to 6 weeks സ്റ്റാർട്ട് ആവും. ഓൾറെഡി ഇഷ്യം ആൻഡ് പിബിക്സ് ബോൺസ് ഒക്കെ അറൌണ്ട് 5 months. ലോങ് ബോൺസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് 8 months, 7 to 8 weeks. Then ടാലസ് ബോൺ അല്ലെ 7 months and lower end of femur cuboid bones on all develop at complete at 9 months. Okay, ossification of fetus bone starts at 5 to 6 weeks. അപ്പം അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം അത് ചോദിക്കാനൊക്കെ ഇനിയും സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം പഠിച്ചു വെക്കുക. ഓസിഫിക്കേഷൻ ഓഫ് ഫീറ്റസ് ബോൺ സ്റ്റാർട്ട് അറ്റ് 5 weeks. അപ്പൊ ഫസ്റ്റ് ഓസിഫൈങ് ബോൺ ക്ലാവിക്കിൾ ആണെന്നുള്ളതും ക്വസ്റ്റ്യൻസ് ഇതിനു മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ക്ലാവിക്കിൾ പ്ലസ് സ്കൾ ബോൺ ആണ് ഫസ്റ്റ് ഓസിഫൈ ചെയ്ത് തുടങ്ങുന്നത്. അതിൽ ക്ലാവിക്കിൾ ആണ് ഇവിടെ ഫസ്റ്റ് ടെസ്റ്റിലൊക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Immunoglobulin responsible for primary immunity. IgM, IgG, IgA, IgE. അപ്പം ഏത് ഇമ്മ്യൂണോഗ്ലോബുലിൻ ആണ് പ്രൈമറി ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്? അപ്പൊ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത് എന്താണ്? ആന്റിബോഡീസ് ആണ് അല്ലെ, പ്രോട്ടീൻ അല്ലെ, പ്രോട്ടീൻ ബൗണ്ടഡ് ആയിട്ടുള്ള ആന്റിബോഡീസ് ആണ്. അപ്പൊ പ്രൈമറി ഇമ്മ്യൂണിറ്റി കൊടുക്കുന്നത് ആരെന്നാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. ഏത് ഇമ്മ്യൂണോഗ്ലോബുലിനാണ് അല്ലെ? ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ എം ജി മാനേജ്മെന്റ് എന്നുള്ള വേർഡിലെ എം ജി നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. പ്രൈമറി വരുന്നത് IgM-ഉം സെക്കൻഡറി വരുന്നത് IgG ആണ്. കോമൺലി ബേസ്ഡ് ഓൺ ദ സ്ട്രക്ചർ അനുസരിച്ച് നമുക്ക് 5 ഇമ്മ്യൂണോഗ്ലോബുലിൻ ആണ്. അപ്പൊ വൈ ഷേപ്ഡ് ആന്റിബോഡീസ് ആണ് വരുന്നത്. അപ്പൊ അതിൽ 2 H ചെയിനും 2 ഹെവി ചെയിനും 2 ലൈറ്റ് ചെയിൻസ് ഒക്കെ ആയിട്ട് വരുന്നതാണ്. ഓൾറെഡി പഠിപ്പിച്ചതാണ്. അപ്പൊ IgG എന്ന് പറയുന്നത് ഗാമ, ആൽഫ, എം മ്യൂട്ട, ഡി ഡെൽറ്റ, ഇ ഫോർ എപ്സിലോൺ, അങ്ങനെയാണ് അതിന്റെ പേര് കൊടുത്തേക്കുന്നത്. ഇതിൽ അറിഞ്ഞിരിക്കുന്ന IgG എന്ന് പറയുന്നത് അല്ലെ സെക്കൻഡറി റെസ്പോൺസും മാനേജ്മെന്റ്, എം എന്ന് പറയുന്നത് പ്രൈമറി റെസ്പോൺസും, അതുപോലെ തന്നെ IgA എന്ന് പറയുന്ന മ്യൂക്കോസൽ ആന്റിബോഡീസ് ആണ്. മെയിൻലി സലൈവ അതുപോലെ തന്നെ GI സെക്രീഷൻ, സെറ്റ്, മിൽക്കിലൊക്കെ വരുന്നതാണ് IgA എന്ന് പറഞ്ഞു വരുന്നത്. IgE അറിയാം, അനഫൈലാക്റ്റിക് റിയാക്ഷൻ, പാരസൈറ്റിക് ഇൻഫ്ലമേറ്ററി റെസ്പോൺസിലൊക്കെ റിലീസ് ആവുന്നത്. IgDയുടെ എക്സാക്ട് ആക്ഷൻ ഇതുവരെ അൺനോൺ ആണ് പറയുന്നത്. എക്സാക്ട് ഫംഗ്ഷൻ ഈസ് അൺനോൺ എന്നാണ് പറഞ്ഞേക്കുന്നത്. എങ്കിലും ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ബി ലിംഫോസൈറ്റ്സ് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സ്കിൻ ഇമ്മ്യൂണിറ്റി ക്ലാസ്സിലും IgD പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട IgM, IgG, IgA, IgE. The correct answer is responsible primary immunity is M for IgM. Okay, ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു.
Okay, next question. Negri bodies are found in hippocampus are diagnostic sign of rabies, measles, rubella, diphtheria. അപ്പം നെഗ്രി ബോഡീസ് റേഡിയോളജിക്കലി ചെയ്യുന്ന സ്റ്റഡീസ് ആണ്. അപ്പം ബ്രെയിനിൽ നെഗ്രിയോളജിക്കൽ ബോഡീസ് വരുന്നത് എന്തിൻ്റെയാണ്? കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാം. ഓപ്ഷൻ ഈസ് റാബിസ് അല്ലെ? ഓപ്ഷൻ എ റാബിസ് ഈസ് ദ കറക്റ്റ്. അപ്പോൾ ഇതാണ് നെഗ്രി ബോഡീസിന്റെ പിക്ചർ. നെഗ്രി ബോഡീസ് ആണ് റാബിസിൽ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ഇപ്പം 100% കൺഫേം ഡയഗ്നോസ്റ്റിക് ആണ് എന്തെന്ന് പറയുന്നത് നെഗ്രി ബോഡീസ്. ഇപ്പം ഇൻഫെക്ഷൻ വന്ന 20%ഓളം പേഷ്യൻസിനാണ് ബ്രെയിനിൽ അഫക്റ്റ് ചെയ്യുന്നത് റാബിസ്. അവരിലാണ് എന്ത് വരുന്നത് നെഗ്രി ബോഡീസ് സീൻ വരുന്നത്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Right-sided hemiplegia and aphasia indicate the involvement of left middle cerebral artery, B for vertebral artery, C for brainstem and right middle cerebral artery. അപ്പം ഏതാണ് ഓപ്ഷൻ എന്ന് ചോദിച്ചിരിക്കുന്നത്? റൈറ്റ് സൈഡ് വീക്ക്നെസ് അല്ലെ? വീക്ക്നെസ് അല്ല, സോറി, പാരാലിസിസ് ആൻഡ് അഫേസിയ അല്ലെ? സ്പീച്ച് പ്രോബ്ലം വരുന്നത് ഏതിന്? അപ്പം ഇത് നമ്മൾ ക്വസ്റ്റ്യൻ ഓപ്ഷൻ തന്നേക്കുന്നത് മീഡിയൽ സെറിബ്രൽ ആർട്ടറി അല്ലെ? അതുപോലെ തന്നെ റൈറ്റ് മീഡിയൽ സെറിബ്രൽ ആർട്ടറി എന്നൊക്കെ ഓപ്ഷൻ വന്നതുകൊണ്ട് ഇത് ലാർജ് വെസൽ ഷോക്ക് സിൻഡ്രോത്തിലാണ് വരുന്നത്. ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ എ ആണ്. ലാർജ് വെസൽസില് സ്ട്രോക്ക് വരുമ്പോൾ ഇപ്പൊ ലാർജ് വെസൽസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, സോറി, കൗണ്ട് ചെയ്യുന്നത് മിഡിൽ സെറിബ്രൽ ആർട്ടറി, ആന്റീരിയർ സെറിബ്രൽ ആർട്ടറി ആൻഡ് പോസ്റ്റീരിയർ സെറിബ്രൽ ആർട്ടറി ആണ് ലാർജ് വെസൽ സ്ട്രോക്ക് സിൻഡ്രോത്തിൽ വരുന്നത്. അതുപോലെ തന്നെ സെറിബെല്ലോം വരും, സെറിബെല്ലോം അതിനകത്ത് വരും. അപ്പം ഇതില് മിഡിൽ സെറിബ്രൽ ആർട്ടറി, ലെഫ്റ്റ് മിഡിൽ സെറിബ്രൽ ഉണ്ട്, റൈറ്റ് മിഡിൽ സെറിബ്രൽ ഉണ്ട്. അതിൽ ലെഫ്റ്റ് മിഡിൽ സെറിബ്രൽ ആർട്ടറിക്ക് വരുമ്പോഴാണ് കോഗ്നിറ്റീവ് അഫേസിയ എന്ന് പറയുന്ന സിംറ്റംസ് വരുന്നത്. ഇനി റൈറ്റ് മിഡിൽ സെറിബ്രൽ ആർട്ടറിക്ക് ആണെങ്കിലാണ് അപ്രാക്സിയും ടോപ്പോഗ്രാഫിക്കൽ ഡിഫിക്കൽറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ആന്റീരിയർ കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറി ആണെങ്കിൽ വീക്ക്നെസ് ആണ് വരുന്നത്. പോസ്റ്റീരിയർ കമ്മ്യൂണിക്കേറ്ററിൽ ഹെമിയാനോപ്പി ആണ് വരുന്നത്. അതുപോലെ ബ്രെയിൻ സ്റ്റം സെറിബെല്ലത്തിലൊക്കെ വരുമ്പോൾ എപ്സിലാറ്ററൽ അറ്റാക്സിയ ഒക്കെയാണ് വരുന്നത്. അപ്പം ഇതിൽ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഓപ്ഷൻ എ ആണ് വരുന്നത്. അപ്പം അറിഞ്ഞിരിക്കണം, LMCL ആണ് അഫേസിയ വരുന്നത്, RMCL അപ്രാക്സിയ ആണ് വരുന്നത്. അപ്പം അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇത് നിംഹാൻസ് പരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ആന്റീരിയർ കമ്മ്യൂണിക്കേറ്റിംഗ് ആർട്ടറിയിൽ വീക്ക്നെസ് ആൻഡ് ഗ്രാസ്പ് പ്രോബ്ലം ആണെന്നുള്ള കാര്യം ഓർക്കണം കേട്ടോ. PCL, ഹെമിയാനോപ്പി, അങ്ങനെ കുറച്ച് കോമൺ ടൈംസുകൾ ലാർജ് വെസൽ സ്ട്രോക്ക് സിൻഡ്രോത്തിൽ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെ ബ്രെയിനിന്റെ ടോപ്പിക്സിൽ ക്ലിയർ ആയിട്ട് പഠിപ്പിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനിസം കോസ് മാലിഗ്നന്റ് മലേറിയ? വൈവാക്സ്, ഫാൽസിപാരം, ഓവേൽ, നൺ ഓഫ് ദി എബോ. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പം ഏറ്റവും സിവിയർ ഫോം ഓഫ് മലേറിയ ആണ് എന്തെന്ന് പറയുന്ന മാലിഗ്നന്റ് മലേറിയ എന്ന് പറയുന്നത്. അത് ഉണ്ടാക്കുന്ന പ്ലാസ്മോഡിയം ഫീഷ്യസിലെ ഫാൽസിപാരമാണ്. അതുപോലെ തന്നെ ഇത് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്, സിവിയർ ഫോം ഓഫ് മലേറിയ വരുന്നത് ഫാൽസിപാരമാണ്. അതുപോലെ തന്നെ സെറിബ്രൽ മലേറിയക്ക് കോസ് ആതെന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അതും ഏതാണ്? പ്ലാസ്മോഡിയം ഫാൽസിപാരം തന്നെയാണ്. അതുപോലെ തന്നെ മാസീവ് ഹീമോഗ്ലോബിനൂറിയ അത് ഉണ്ടാക്കുന്നതും ആരാണ്? ഫാൽസിപാരമാണ്, അല്ലെങ്കിൽ ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നും പറയും. അപ്പം എന്തുകൊണ്ട് യൂറിൻ ബ്ലാക്ക് ആവുന്നതാണ്? മെയിൻലി RBC ഡിസ്ട്രക്ഷൻ, അത് യൂറിനൂടെ എലിമിനേറ്റ് ചെയ്ത് പോകുന്നതാണ്. പിന്നെ പൾമണറി എഡിമ, അനീമിയ, സിവിയർ ഗാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിംറ്റംസ്, ഷോക്ക് ആൻഡ് റീനൽ ഫെയിലിയർ. അപ്പം നമുക്ക് മലേറിയ സ്പീഷീസിനെ, പ്ലാസ്മോഡിയം സ്പീഷീസിനെ മൊത്തം നമുക്ക് എത്ര ആയിട്ട്? 5 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. വൈവാക്സ് എന്ന് പറഞ്ഞ ടെർഷ്യറിയൻ ഫീവർ, ഫാൽസിപാരം മാലിഗ്നന്റ് ടെർഷ്യറിയൻ ഫീവർ, ഓവേൽ ടെർഷ്യറിയൻ ഫീവർ, फिर Plasmodium malaria for quotidian fever and Falciparum novelski for another quotidian fever. Okay. Then duration Vivax for 48 hours, Falciparum 48, Oval 48 hours, and longest duration is Plasmodium malaria. It is 72 hours, and Novelski is for 24 hours. Okay. Next slide ilotu po. Disposable endotracheal tube can be sterilized by using ethylene oxide, dry heat, formaldehyde, phenol. അപ്പോൾ ക്വസ്റ്റ്യൻ ഡിസ്പോസിബിൾ എൻഡോട്രക്കിയൽ ട്യൂബ്, അപ്പം അത് ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ് അല്ലെ, ആൻഡ് ക്യാൻ ബി സ്റ്റെറിലൈസ്ഡ് ബൈ യൂസിങ്. അപ്പോൾ പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഓൾവേസ് സ്റ്റെറിലൈസിങ് ബൈ എന്താണ്?
ബൈ ETO സ്റ്റെറിലൈസേഷൻ ആണ് കോമൺലി യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് അല്ലേ. പിന്നെ റേഡിയേഷൻ ഒക്കെ ആയിട്ട് വരും, എന്നാലും മെയിൻലി ETO സ്റ്റെറിലൈസേഷൻ ആണ്. അപ്പം കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. അപ്പം അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ ലിനൻ ഗൗൺസ്, മാസ്ക് ടൈപ്സ് എല്ലാം ഓട്ടോക്ലേവിംഗ് ആണ് ചെയ്യുന്നത്. ഡ്രൈ ഹീറ്റ് അല്ലെ, ഹോട്ട് എയർ ഓവൻ ഉപയോഗിച്ച് ഗ്ലാസ് വെയർ, സിറിഞ്ചസ് അല്ലെ, അതൊക്കെ നമ്മൾ ഗ്ലാസ് സിറിഞ്ചസ് ഒക്കെ ഇതിലാണ് വരുന്നത്. ഫോർമാൽഡിഹൈഡ് മെയിൻസ്ലി അല്ലെ, ഫോർമാൽഡിഹൈഡ് മെയിൻലി നമുക്ക് ഫോർമാലിൻ OT ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്ന ഗ്യാസ് ഫോമിൽ ചെയ്യുന്നതാണ് ഫോർമാൽഡിഹൈഡ്. അതുപോലെ ഫിനോൾ എന്ന് പറയുന്ന ഡിസിൻഫെക്റ്റന്റ് ആണ് അല്ലെ, ഫിനോൾ എന്ന് പറയുന്ന ഡിസിൻഫെക്റ്റ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം അറിഞ്ഞിരിക്കേണ്ടത് എപ്പോഴും ഷാർപ്പ് ഇൻസ്ട്രുമെന്റ്, അതുപോലെ തന്നെ ഡിസ്പോസിബിൾ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ്, റബ്ബർ ഷീറ്റ്സുകൾ, അതൊക്കെ ഉപയോഗിക്കുന്നത് എന്താണ്, എത്തിലിൻ ഓക്സൈഡ് സ്റ്റെറിലൈസേഷൻ ആണ്. അപ്പോൾ ഇതിന് ആകെ ഒരു ഡിസഡ്വാൻറ്റേജ് മാത്രമല്ല, ഇറ്റ്സ് ഹൈലി എക്സ്പ്ലോസീവ് ആണ്. പക്ഷേ എന്താണ്, ഹീറ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള എല്ലാ സബ്സ്റ്റൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്ട്രുമെന്റ് എല്ലാം നമുക്ക് ETO വഴി സ്റ്റെറിലൈസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകും. Takyasu is a disorder of nerve, vein, artery and lymph nodes. അപ്പം തക്യാസു ഇസ് എ ഡിസോർഡർ. തക്യാസു എന്ന് പറയുന്ന ഏത് ഡിസോർഡർ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഇറ്റ്സ് ആർട്ടേരിയൈറ്റിസ്, ആർട്ടറിക്ക് ഇൻഫ്ലമേഷൻ അടിക്കുന്ന ഡിസീസ് ആണ് നമുക്ക് എന്തെന്ന് പറയുന്നത്, തക്യാസു എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടറൈറ്റിസ് ഈസ് ഇൻഫ്ലമേഷൻ ആൻഡ് സ്റ്റീനോട്ടിക് ഡിസീസ് ഓഫ് മീഡിയം ആൻഡ് ലാർജ് സൈസ്ഡ് ആർട്ടറീസ് വരുന്നതാണ്. പക്ഷെ സ്ട്രോങ് പ്രെഡിഷൻ ഫോർ അയോട്ട ആൻഡ് ബ്രാഞ്ചസ്, അയോട്ടിക് ആർച്ച് സിൻഡ്രം അല്ലെങ്കിൽ പൾസ്ലെസ് ഡിസീസ് എന്നൊക്കെ പേരുണ്ട് ഇതിന്. അപ്പോൾ അയോട്ടിക് ആർച്ച് സിൻഡ്രം, പൾസ്ലെസ് ഡിസീസ്, തക്യാസോ ഡിസീസ് എല്ലാം സെയിം തന്നെയാണ്. അപ്പം തക്യാസോ ആർട്ടറൈറ്റിസ് എന്ന് പറയുന്നത് എന്താണ്, മെയിൻലി ഇൻഫ്ലമേഷൻ ഓഫ് സ്റ്റീനോട്ടിക് ഡിസീസ് ഓഫ് മീഡിയം ആൻഡ് ലാർജ് സൈസ്ഡ് ആർട്ടറീസ്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following malignancies spread through CSF? Meningioma, astrocytoma, craniopharyngioma, medulloblastoma. അപ്പോൾ CSF വഴി സ്പ്രെഡ് ചെയ്യുന്ന ബ്രെയിൻ ട്യൂമർ ഏതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. മെനിഞ്ചോമയാണോ, ആസ്ട്രോസൈറ്റോമയാണോ, ക്രേനിയോഫാരിഞ്ചോമയാണോ, മെഡുല്ലോബ്ലാസ്റ്റോമയാണോ? അപ്പോൾ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, മെഡുല്ല ബ്ലാസ്റ്റോമയാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ വെരി ഫാസ്റ്റ് ഗ്രോയിങ് ട്യൂമർ ആണ് മെഡുല്ല ബ്ലാസ്റ്റോമ എന്ന് പറയുന്നത്. അപ്പോൾ CNS ഇൻവോൾവ് ആയി സെറിബ്രോസ്പൈനസ് ഫ്ലൂയിഡ് വഴിയിട്ടാണ് ഇതെന്ത് ചെയ്യുന്ന, ഔട്ട്സൈഡിലോട്ട് സ്പ്രെഡ് ചെയ്യുന്ന, മെയിൻലി ടു ദ ബോൺസ് ആൻഡ് ലിംഫാറ്റിക് സിസ്റ്റം. ഇനി ആസ്ട്രോസൈറ്റോമ അറിഞ്ഞിരിക്കണം, അത് മെയിൻലി ദ കവറിങ് അല്ലെ, ക്യാൻ ബി ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. അപ്പം ആസ്ട്രോസൈറ്റ് സപ്പോർട്ടീവ് നെർവ് സെൽസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്ന ആസ്ട്രോസൈറ്റ്സ് എന്ന് പറഞ്ഞുള്ള ന്യൂറോഗ്ലയൽ സെൽസിന് അഫക്ട് ചെയ്യുന്ന ട്യൂമറാണ് ആസ്ട്രോസൈറ്റോമ എന്ന് പറഞ്ഞാൽ. ക്രേനിയോഫാരഞ്ചോമ എല്ലാവർക്കും അറിയാം, പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് വരുന്ന ട്യൂമറാണ്. മെനിഞ്ചോമ അറിയാം, മെനിഞ്ചസ് അല്ലെ, സ്പൈനൽ കോഡിനെ ബ്രെയിനെയൊക്കെ കവർ ചെയ്തുകൊണ്ട് വരുന്ന മെനിഞ്ചസിന് വരുന്ന ട്യൂമറാണ് മെനിഞ്ചോമ. ഓക്കെ, ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെസിസ്റ്റൻസ് ടു ഡ്രഗ് ഇൻ ട്യൂബർകുലോസിസ്. അപ്പോൾ ട്യൂബർകുലോസിസ് ഡ്രഗിന് റെസിസ്റ്റൻസ് വരാൻ കാരണം ട്രാൻസ്ഡ്യൂഷൻ ആണോ, കോൺജുഗേഷൻ ആണോ, മ്യൂട്ടേഷൻ ആണോ, ട്രാൻസ്ഫർമേഷൻ ആണോ? അപ്പോൾ ഇതെല്ലാം ജനറ്റിക് പരമായിട്ടുള്ള ചേഞ്ച് ആണ് വരുന്നത്. അപ്പം ട്യൂബർകുലസ് ബാക്ടീരിയക്ക് ജനറ്റിക് ആയിട്ടുള്ള ചേഞ്ച് വന്നു. അപ്പം അതിൽ ആൻസർ വരുന്ന മ്യൂട്ടേഷൻ ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഡ്രഗ് റെസിസ്റ്റൻസ് ഓഫ് മൈക്രോബാക്ടീരിയം ട്യൂബർകുലോസിസ് കോസ്ഡ് ബൈ എ പോയിന്റ് ഓഫ് മ്യൂട്ടേഷൻ ഓഫ് ക്രോമസോമൽ ജീൻ കേട്ടോ. മെയിൻലി INH റെസിസ്റ്റന്റ് അല്ലെ, ഐസോനിയാസിഡ് റെസിസ്റ്റന്റ് മൈക്രോ ട്യൂബർക്കുലെ ആണ് മെയിൻലി മ്യൂട്ടേഷൻ സംഭവിച്ചേക്കുന്നത് കേട്ടോ. അപ്പം ഇനി ഇതിൽ ഓരോന്നോരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. ട്രാൻസ്ഡക്ഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഇത് പ്രോസസ് ബൈ വിച്ച് ഫോറിൻ DNA is introduced in the cell of virus or viral vector. അപ്പം വൈറസിൽ ഒരു ഫോറിൻ DNA ഇൻജെക്ട് ചെയ്യുന്നതാണ് ട്രാൻസ്ഡക്ഷൻ. കോൺജുഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, വൺ ബാക്ടീരിയ വേറൊരു ബാക്ടീരിയയിലോട്ട് അല്ലെ ട്രാൻസ്ഫർ ദ ജനറ്റിക് മെറ്റീരിയൽസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ കോൺജുഗേഷൻ എന്ന് പറയുന്നു. ത്രൂ സെക്സ് പൈലി എന്ന് പറയുന്നുള്ള ബാക്ടീരിയ ഓർഗൻസ് വഴിയാണ്. ഇനി അടുത്ത ജീൻ മ്യൂട്ടേഷൻ എല്ലാവർക്കും അറിയാം, പെർമനന്റ് ആൾട്ടറേഷൻ ഓഫ് DNA സീക്വൻസിൽ ചേഞ്ച് വരുത്തി കൂടുതൽ റെസിസ്റ്റന്റ് ആവുന്നതാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പം കൊറോണ വൈറസിന് ഇപ്പോൾ മ്യൂട്ടേഷൻ വന്നു എന്നൊക്കെയാണ് ഇപ്പം പറയുന്നുണ്ടല്ലോ ന്യൂസിലൊക്കെ. അപ്പം മ്യൂട്ടേഷൻ ജനറ്റിക് പരമായി ചേഞ്ച് വരുത്തി. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ട്രാൻസ്ഫർമേഷൻ ഈസ് വൺ ഓഫ് ദ 3 പ്രോസസ് ഓഫ് ഹൊറിസോണ്ടൽ ജീൻ ട്രാൻസ്ഫർ അല്ലെ. അപ്പം
ജീൻ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. ഹൊറിസോണ്ടൽ ജീൻ ട്രാൻസ്ഫറിനെയാണ് ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത്. എക്സോജീനസ് ജെനറ്റിക് മെറ്റീരിയൽ പാസ്ഡ് ഫ്രം വൺ ബാക്ടീരിയം ടു അനദർ. അപ്പൊ എക്സോജീനിയസ് ആയിട്ട് ഔട്ട്സൈഡ് വഴി നമ്മൾ ജനറ്റിക് മെറ്റീരിയൽസ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ട്രാൻസ്ഫർമേഷൻ. ഓക്കെ, അത് ക്ലിയർ ആയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Next question. Which type of the following Hodgkin's disease has worst prognosis? Lymphocyte predominance, mixed cellularity, nodular sclerosis, lymphocyte depletion. അപ്പോൾ ഹോട്ട്സ്കിൻ ഡിസീസിൽ പല ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ ഏതാണ് വേർസ്റ്റ് പ്രോഗ്നോസിസ് എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ രണ്ട് ആൻസർ ശരി ഉത്തരമായിട്ട് വന്നു. ലിംഫോസൈറ്റ് പ്രോഡിമിനൻസ്, ലിംഫോസൈറ്റ് ഡിപ്ലീഷൻ. അപ്പോൾ അത് ചലഞ്ച് ചെയ്തു PSCയിൽ. അപ്പോൾ അവർ ആൻസർ അത് എലിമിനേറ്റ് ചെയ്തു. അപ്പോൾ നോർമലി അറിഞ്ഞിരിക്കണം, ഇറ്റ് ഈസ് എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോട്ട്സ്കിൻസ് ലിംഫോമ ബൈ 4 types. അപ്പോൾ അതിൽ നോഡുലാർ സ്ക്ലീറോസിസ് അല്ലെ, നോഡുലാർ സ്ക്ലീറോസിസ് മെയിൻലി പ്രോഡിമിനന്റ് യങ് അഡൽട്ട് ആൻഡ് ഫീമെയിൽസ് ആസ് ആൻ എക്സലന്റ് പ്രോഗ്നോസിസ് വരുന്നതാണ് എന്തെന്ന് പറയുന്നത് നോഡുലാർ സ്ക്ലീറോസിസ്. നെക്സ്റ്റ് മിക്സഡ് സെല്ലുലാരിറ്റി എന്ന് പറയുന്ന സെക്കൻഡ് കോമൺ ടൈപ്പ് ആണ്. അത് മെയിൻലി ഇറ്റ് ഈസ് മോർ കോമൺ ടൈപ്പ് ആണ് മിക്സഡ് സെല്ലുലാരിറ്റി. ഇറ്റ് ഈസ് അറൌണ്ട് 70% മേൽ. ദെൻ ലിംഫോസൈറ്റ് ഡിപ്ലേഷൻ അല്ലെ, ലിംഫോസൈറ്റ് ഡിപ്ലേഷൻ ദിസ് ഈസ് ദ പുവർ പ്രോഗ്നോസിസ് ആൻഡ് മോർ കോമൺ ഇൻ HIV പോസിറ്റീവ് ഇൻഡിവിജ്വൽ. അപ്പം പുവർ പ്രോഗ്നോസിസ് ആൻഡ് മോർ കോമൺ ഇൻ HIV വരുന്ന ലിംഫോസൈറ്റിക് ഡിപ്ലേഷൻ ആണ്. ഇനി അറിഞ്ഞിരിക്കേണ്ട ലിംഫോസൈറ്റ് റിച്ച് എന്ന് പറഞ്ഞാണ് അടുത്ത ക്ലാസിഫിക്കേഷൻ വന്നേക്കുന്നത്. റെയർ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ വരുന്നതാണ് ഹോട്ട്സ്കിൻസ് ലിംഫോമ. അപ്പം പ്രീഡൊമിനൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് മീൻസ് ടു ലിംഫോസൈറ്റ് ഡിപ്ലേഷൻ. അപ്പം രണ്ടും ഈക്വൽ ഒരർത്ഥം വന്നതുകൊണ്ടാണ് എയും ഡിയും എന്ത് ചെയ്ത് ആ ക്വസ്റ്റ്യൻ കേരള PSC ഡിലീറ്റ് ചെയ്തത്. ഓക്കെ, അപ്പം കറക്റ്റ് ആൻസർ നമുക്ക് എന്താ കിട്ടും, എയും ഡിയും ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് സ്ലൈഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് നോട്ട് ക്രോസ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ? വാട്ടർ, കാർബൺ ഡയോക്സൈഡ്, സോഡിയം ആൻഡ് ഓക്സിജൻ. അപ്പൊ ഇതിലേതാണ് ബ്ലഡ് ബ്രെയിൻ ഇത് ക്രോസ് ചെയ്യാത്ത ഏതാണെന്നാണ് ചോദ്യം. അപ്പം ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ അറിഞ്ഞിരിക്കണം, നോർമലി ബ്ലഡ് ബ്രെയിൻ ബാരിയറിൽ അതിൽ എന്താണ് മെയിൻലി പ്രിവെന്റ് ഫോർ മെറ്റബോളിക് വേസ്റ്റ്, യൂറിയ, ക്രിയാറ്റിൻ, സം ടോക്സിൻസ് ആൻഡ് ഡ്രഗ്സ് ഒന്നും തന്നെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടത്തിവിടത്തില്ല. മെയിൻലി പാസേജ് ഫോർ ഗ്ലൂക്കോസ്, എസെൻഷ്യൽ അമിനോ ആസിഡ്സ്, സം ഇലക്ട്രോലൈറ്റ്സ് ആൻഡ് മെയിൻലി വാട്ടർ, കാർബൺ ഡയോക്സൈഡ്, ഓക്സിജൻ ഒക്കെയാണ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ നോർമലി എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ഹൈഡ്രോഫിലിക് മോളിക്യൂൾസ് അല്ലെ, ഹൈഡ്രോഫിലിക് മോളിക്യൂൾസ് ആയ കാർബൺ ഡയോക്സൈഡ്, ഓക്സിജൻ, വാട്ടർ ആണ് മെയിൻലി ബ്ലഡ് ബ്രെയിൻ ബാരിയർ കടത്തിവിടുന്നത്. ഇനി സോഡിയം കടത്തിവിടും, പക്ഷെ 26% ഉള്ള സോഡിയം മാത്രമേ എന്ത് ബ്രെയിനിൽ ക്രോസ് ചെയ്യത്തുള്ളൂ. അത് ക്രോസ് ചെയ്യണമെങ്കിൽ തന്നെ അത് ഇറ്റ് ഈസ് ത്രൂ എന്താണ് ബ്ലഡ് ബ്രെയിൻ കാരിയർ മീഡിയേറ്റഡ് ഇതായിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെ, എക്സ്ചേഞ്ച് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following tends to decrease with the increase in age? Option A, pulse pressure, systolic blood pressure, diastolic pressure, respiratory volume. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളത് ആക്ച്വലി ദിസ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ കേരള PSC ഓപ്ഷൻ A ആണ്. അത് തെറ്റായുള്ള ഒരു ഓപ്ഷൻ ആണ്. അത് ആരും ചലഞ്ച് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. ഓക്കെ, അവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഡയസ്റ്റോളിക് പ്രഷർ ആണ്. അപ്പം അറിയുക, ഇതിൽ നമ്മൾ ഏജ് ഇൻക്രീസ് ചെയ്യുന്നത് അഡ്വാൻസിങ് ഏജിൽ വരുമ്പോൾ എന്താണ് ലാർജ് ആർട്ടറി ലീഡ്സ് ടു ഡിക്രീസ് ഡയസ്റ്റോളിക് പ്രഷർ ആണ് അല്ലെ. അപ്പോൾ ഏജ് അഡ്വാൻസ് ചെയ്യുന്നതനുസരിച്ച് ഡയസ്റ്റോളിക് പ്രഷർ കുറയുകയും പൾസ് പ്രഷർ ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ അവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അവിടെ കറക്റ്റ് ആൻസർ. അപ്പം അങ്ങനെ ഒരു പൾസ് പ്രഷർ എന്ന് പറയുമ്പോൾ ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ സിസ്റ്റോളിക് ആൻഡ് ഡയസ്റ്റോളിക് പ്രഷർ ആണ് നമ്മൾ പൾസ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പം ഏജ് കൂടുന്നതനുസരിച്ച് സിസ്റ്റോളിക് കൂടുകയും ഡയസ്റ്റോളിക് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പൾസ് പ്രഷർ എന്ത് ചെയ്യാൻ പറ്റും, പൾസ് പ്രഷർ ഇൻക്രീസ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇവിടെ അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്താൽ മതി. സ്റ്റിഫനിങ് ഓഫ് ദ ലാർജ് ആർട്ടറി ലീഡ്സ് ടു ഡിക്രീസ് ഡയസ്റ്റോളിക് പ്രഷർ ആൻഡ് ഇൻക്രീസ്ഡ് പൾസ് പ്രഷർ. ഓക്കെ, ആൻഡ് ദിസ് ചേഞ്ചസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലോ ഡയസ്റ്റോളിക് പ്രഷർ ആൻഡ് കാർഡിയോവാസ്കുലർ ഡിസീസ്. ഓക്കെ, അപ്പം കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. പക്ഷെ കേരള PSC ആൻസർ ഈസ് ഓപ്ഷൻ എ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The first urge to void will be felt when the bladder is filled with 75 ml of urine, 25 ml of urine, 500 ml of urine, 150 ml of urine. അപ്പം urge to bladder അല്ലെ. അപ്പം
വോയിഡ് ചെയ്യാനുള്ള ആ ടെൻഡൻസി വരുന്നത് ബ്ലാഡർ എത്ര കപ്പാസിറ്റി ഫില്ല് ചെയ്യുമ്പോഴാണെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഇത് മെയിൻലി നമ്മളിത് മെഷർ ചെയ്യും. മെഷർ ചെയ്യുന്നതിന് നമ്മൾ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി. മെഷർ ചെയ്യുന്നതിന് നമ്മൾ സിസ്റ്റോമെട്രി എന്നാണ് പറയുന്നത്. അപ്പോൾ സിസ്റ്റോമെട്രിയിൽ കോമൺ ആയിട്ട് വരുന്ന നോർമൽ റീഡിങ്സ് ആണ് റെസിഡിയൽ വോളിയം. അപ്പോൾ എപ്പോഴും ബ്ലാഡറിൽ ഒരു റെസിഡിയൽ എമൗണ്ട് കാണും, അത് 50 ml ആണ്. ഫസ്റ്റ് സെൻസേഷൻ ഓഫ് യൂറിൻ സ്റ്റാർട്ട് ബിറ്റ്വീൻ 150 to 200 ml ആണ്. ഇനി സ്ട്രോങ് ഡിസയർ ഓഫ് വോയിഡ്, അപ്പം വോയിഡ് ചെയ്യാനുള്ള ഒരു സ്ട്രോങ് ഡിസയർ വരുന്ന about 250 ml ആണ്. സിസ്റ്റോമെട്രിക് കപ്പാസിറ്റി ഓഫ് ബ്ലാഡർ അറൗണ്ട് 400 to 600 ml ആണ് ഇത് വരുന്നത്. അപ്പം ഇൻട്രാവെസൈക്കൽ പ്രഷർ ഫോർ സ്റ്റാൻഡിങ് പൊസിഷൻ വരുന്നത് എത്രയാണ്? 0 to 15 സെന്റിമീറ്റർ ഓഫ് വാട്ടർ. അപ്പോൾ ഇത് നല്ല ക്വസ്റ്റ്യൻ ആണ്, സിസ്റ്റോമെട്രി പഠിക്കണം. റെസിഡിയൽ വോളിയം 50 ml, ഫസ്റ്റ് സെൻസേഷൻ 150 to 200 ml, സ്ട്രോങ് ഡിസൈർ ടു വോയിഡ് more than 250 ml, സിസ്റ്റോമെട്രിക് കപ്പാസിറ്റി 400 to 600 ml, ഇൻട്രാ വെസൈക്കൽ പ്രഷർ ഫില്ലിംഗ് പ്രഷർ സ്റ്റാൻഡിങ് ഓൺ 0.15 സെന്റിമീറ്റർ ഓഫ് വാട്ടർ. ഓക്കെ, ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Of the following microorganisms grow in very wide range of temperature: Pseudomonas, Gonococcus, Spirochetes, Pneumococcus. അപ്പോൾ വൈഡ് റേഞ്ച് ഓഫ് ടെമ്പറേച്ചറിൽ ലീവ് ചെയ്യുന്ന ഓർഗാനിസം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. സ്യൂഡോമോണസ് ആണോ, ഗോണോകോക്കസ് ആണോ, സ്പൈറോക്കീറ്റ്സ് ആണോ, ന്യൂമോകോക്കസ് ആണോ? അപ്പോൾ അവിടെ അറിഞ്ഞിരിക്കേണ്ടത് സ്യൂഡോമോണാസ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. സ്യൂഡോമോണാസ് എയറോജിനോസ എന്ന് പറയുന്ന ബാക്ടീരിയ can grow in the very high temperature between the varying of temperature wide between 4 to 42 degrees Celsius ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യും? ഈ ബാക്ടീരിയ ഗ്രോ ചെയ്യും കേട്ടോ. അപ്പം കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Next question. Which of the following drug is cardiotoxic? Bleomycin, mithramycin, adriamycin, mitomycin. ഇതിലേതാണ് കാർഡിയോടോക്സിക് ഡ്രഗ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. അഡ്രിയമൈസിൻ ആണ് കാർഡിയോടോക്സിക്സ് വരുന്നത്. അപ്പം ഡോക്സോറൂബിൻ, ലിപ്പോസം, എപ്പിസോറൈൻ, ഇഡ്രാറൂബിസൻ, വാലിറൂബിസൻ, അഡ്രിയമൈസിൻ. ഈ ഗ്രൂപ്പിലൊക്കെ വരുന്ന കീമോതെറാപ്യൂട്ടിക് അല്ലെ, ഈ തെറാപ്യൂട്ടിക് ആന്റിബയോട്ടിക്സിനാണ് മെയിൻലി എന്ത് വരുന്ന കാർഡിയോടോക്സിസിറ്റി വരുന്നത്. ഇനി അറിയാം, ബ്ലിയോമൈസിൻ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഏതാണ്? ഹോട്ട്കിൻസ് ആൻഡ് നോൺ ഹോട്ട്കിൻസ് ലിംഫോമയിലാണ് മെയിൻ വരുന്നത്. അപ്പം അതിൽ മെയിനായിട്ടും ഇത് വരുന്ന റീനൽ ടോക്സിറ്റി, ഹെപ്പാറ്റിക് ടോക്സിറ്റി ആണ് വരുന്നത്. മിത്രാമൈസിൻ, അതർവൈസ് നോൺ ആസ് പിൽക്കാമൈസിൻ, ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ആന്റിബയോട്ടിക് ഏജന്റ് ദാറ്റ് വാസ് ഇനിഷ്യലി യൂസ്ഡ് ടു ട്രീറ്റ് ടെസ്റ്റിക്കുലാർ നിയോപ്ലാസത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മിത്രാമൈസിൻ. ഇനി മിറ്റോമൈസിൻ ഈസ് കോമ്പിനേഷൻ വിത്ത് അതർ ക്യാൻസർ മെഡിക്കേഷൻ ടു ട്രീറ്റ് ക്യാൻസർ ഓഫ് സ്റ്റൊമക് ആൻഡ് പാൻക്രിയാസിസ് യൂസ് ചെയ്യുന്നതാണ് ഇത് വരുന്നത്. ഇനി അഡ്രിയമൈസിൻ കോമൺലി ലുക്കീമിയ ഉള്ള ക്യാൻസറിലൊക്കെയാണ് നമ്മൾ അഡ്രിയമൈസിൻ എന്നുള്ള കീമോതെറാപ്യൂട്ടിക് ഏജന്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അറിഞ്ഞിരിക്കാം, ബ്ലിയോമൈസിൻ ഫോർ നോൺ ഹോട്ട്കിൻസ് ലിംഫോമയിൽ യൂസ് ചെയ്യുന്നു, മിത്രാമൈസിൻ ഫോർ ടെസ്റ്റിക്കുലാർ ക്യാൻസർ, അഡ്രിയമൈസിൻ ഫോർ മെയിൻലി ലുക്കീമിയ ആൻഡ് മിറ്റോമൈസിൻ ഫോർ പാൻക്രിയാറ്റിക് ആൻഡ് സ്റ്റൊമക് ക്യാൻസർ. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Next question. Deficiency of which of the following can cause pancreatitis? Enteropeptidase, antitrypsin, lecithin, chymotrypsin. അപ്പം ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഇല്ല. അപ്പം മെയിൻലി ഇത് എറ്റിയോളജി ഓഫ് പാൻക്രിയാറ്റൈറ്റിസ് അറിഞ്ഞിരിക്കണം. ഗെറ്റ് സ്മാഷ്ഡ് എന്ന് പറഞ്ഞുള്ള കോഡ് ഓർത്തിരിക്കണം. ഗേൾ സ്റ്റോൺ ആണ്, എത്തനോൾ ആൽക്കഹോൾ ആണ്, ട്രോമ വരാം, സ്റ്റീറോയിഡ്സ് യൂസ് വരാം, മംസിൽ വരാം, ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് വരാം, സ്കോർപിയോൺ വേംസിൽ വരാം അല്ലെ. അതുപോലെ തന്നെ ഹൈപ്പോതെർമിയ, ഹൈപ്പർലിപ്പിഡീമിയ, ERCP പ്രൊസീജിയർ, അതുപോലെ തന്നെ ഡ്രഗ്സ്, അസിയോത്രോപിൻ, തയാസൈഡ്, സോഡിയം വാൽപ്രൈറ്റ്, ടെട്രാസൈക്ലിൻ. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള എറ്റിയോളജി വരുന്നത്. അപ്പൊ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വന്നിട്ടില്ല, അത് കാരണം ക്വസ്റ്റ്യൻസ് കേരള PSC എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay, next question. Physiological spitting of second heart sound can be exaggerated by Valsalva maneuver, breath holding, deep inspiration, forced expiration. അപ്പം ഫിസിയോളജിക്കൽ സ്പിറ്റിംഗ് നടക്കുമ്പോൾ സെക്കൻഡ് ഹാർട്ട് സൗണ്ടിന്റെ ഫിസിയോളജിക്കൽ സ്പിറ്റിംഗ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ എക്സാഗ്രേറ്റ് ചെയ്യുന്നത് ഏതിലാണെന്നാണ് ചോദ്യം. വത്സൽവ മാനുവൽ, ബ്രെത്ത് ഹോൾഡിംഗ്, ഡീപ്പ് ഇൻസ്പിറേഷൻ, ഫോഴ്സ്ഡ് ഇൻസ്പിറേഷൻ. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി, ഡീപ്പ് ഇൻസ്പിറേഷൻ. അപ്പോൾ അറിഞ്ഞിരിക്കണം, നോർമൽ ഹാർട്ട് ഡേറ്റില്
ഡ്യൂറിങ് എക്സ്പിറേഷൻ അല്ലെ S1 ഉണ്ട് S2 ഉണ്ട്. അതിൽ S2 എപ്പോഴും ഡ്യൂറിങ് എക്സ്പിറേഷൻ ടൈമിൽ സിംഗിൾ ആയിട്ടാണ് വരുന്നത്. അപ്പം S2 അറിയാം, ക്ലോഷർ ഓഫ് അയോട്ടിക് വാൽവും അതുപോലെ തന്നെ ക്ലോഷർ ഓഫ് പൾമോണിക് വാൽവും ക്ലോസ് ചെയ്യുമ്പോഴാണ് S2 ഹാർട്ട് സൗണ്ട് കിട്ടുന്നത്. അപ്പൊ എക്സ്പിറേഷന്റെ ടൈമിൽ എന്തായിരിക്കും, സിംഗിൾ ആയിട്ടും കിട്ടും. ഇൻസ്പിറേഷന്റെ ടൈമിൽ എന്ത് ചെയ്യും, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പം അതിൽ അയോട്ടിക് വാൽവ് ക്ലോസ് ചെയ്യുന്ന സൗണ്ട് ആയിരിക്കും ആദ്യം കിട്ടുന്നത്, പൾമോണിക് വാൽവ് ക്ലോസ് ചെയ്യുന്നത് സെക്കൻഡ് ആയിട്ട് കിട്ടും. അപ്പൊ അതിനെ ഒരു ഫിസിയോളജിക്കൽ സ്പ്ലിറ്റിംഗ് എന്നാണ് പറയുന്നത്. അത് എക്സാഗ്രേറ്റ് ചെയ്യുന്നത് ഡീപ്പ് ഇൻസ്പിറേഷനിലാണ്. ഓക്കെ, അപ്പം അത് ക്ലിയർ ആയല്ലോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻജസ്റ്റബിൾ പ്രൊജസ്റ്റിൻ? അപ്പൊ ഇൻജസ്റ്റബിൾ പ്രൊജസ്ട്രോൺ വരുന്ന ഏതെന്നാണ് ചോദിച്ചത്. ഐസോസുപ്രിൻ ആണോ, NETEN ആണോ, ഇംപ്ലാനോൺ ആണോ, നോർജെസ്റ്റോൾ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അറിഞ്ഞിരിക്കണം, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മൾ ഇൻജസ്റ്റബിൾ കോൺട്രാസെപ്റ്റീവ്സ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇൻജെക്റ്റബിൾ കോൺട്രാക്റ്റിംഗ് ഹോർമോൺസ് ഏതൊക്കെ പ്രിപ്പറേഷൻ ആണ് അറിയാം അല്ലെ. ഡെപ്പോ ഇഞ്ചക്ഷൻസ് എല്ലാവരും കേട്ടിട്ടുണ്ട്. ഡിപ്പോട്ട് മെട്രോക്സി പ്രൊജസ്ട്രൈൻ അസിറ്റേറ്റ് അല്ലെ ഡംബ ഇഞ്ചക്ഷൻ വരും. അപ്പോൾ അത് 150 mg IM ഫോർ എവരി 3 months ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്താണ് NETEN അല്ലെ, നോർത്തിഡോൺ enanthanate, NETEN. It is given dose of 200 mg muscularity for every 2 month ഡ്യൂറേഷനിലാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തത് ഏതാണ്, 3 months 150 mg, ഇത് 200 mg ഇൻട്രാമസ്കുലർ. ഇനി അതിന്റെ കൂടെ തന്നെ ഒന്നും കൂടെ ഉണ്ട്, അതും കൂടെ പഠിച്ചേക്കാം. കമ്പൈൻഡ് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞ വരുന്നു. ഇറ്റ് ഈസ് മന്ത്ലി ഇഞ്ചക്ഷൻ ആണ്. മെയിൻലി സൈക്ലോപ്രൊവീറ, മെസോജനേസ എന്നൊക്കെ പറയും. അപ്പം ഇതിൽ 25 mg ഡെപ്പോമെട്രോക്സി പ്രൊജസ്ട്രോൺ അസറ്റേനും 5 mg ഈസ്ട്രോഡിയൽ സൈപ്പോനേറ്റും ആണ് വരുന്നത്. അപ്പൊ 3 ഇഞ്ചക്ഷൻസ് ആണ് ഏതിൽ വരുന്ന, ഇൻജെക്റ്റബിൾ പ്രൊജസ്ട്രോണിന്റെ ഗ്രൂപ്പിൽ വരുന്നത്. ഇനി ഐസോസുപ്രിൻ എന്ന് പറയുന്നത് എന്താണ്, ഐസോസുപ്രിൻ ഈസ് എ ക്ലാസ് ഓഫ് ഡ്രഗ് ഓർ വാസോ ഡയലറ്റിസ്. BPസിൽ വെയിൻസും ആർട്ടറീസ് ഡയലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഐസോസുപ്രിൻ ഇഞ്ചക്ഷൻ. ഇനി ഇംപ്ലാന്റോൺ എന്ന് പറയുന്നത് ഇംപ്ലാന്റബിൾ കോൺട്രാസെപ്റ്റീവ്സ് ആണ്. അപ്പൊ സ്കിന്നിലൊക്കെ ഇംപ്ലാന്റ് ചെയ്തെടുക്കുന്ന കോൺട്രാസെപ്റ്റീവ്സ് ആണ്. ഇനി നോർജെസ്റ്റോൾ എന്ന് പറയുന്നത് എന്താണ്, ഈസ് ആൻ സോൾഡ് അണ്ടർ ദ ബ്രാൻഡ് നെയിം ഓഫ് ഓവറാൾ അല്ലെ. അപ്പൊ അത് ബർത്ത് കൺട്രോൾ പില്ലാണ്, പിൽസ് ആണ് എന്ന് പറയുന്നത് നോർജെസ്റ്റോൾ. അപ്പൊ ഈ ഫാമിലി പ്ലാനിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇനിഷ്യേറ്റീവ് വാസ് ലോഞ്ച്ഡ് ഇൻ ദ ഇയർ 1990, 1992, 1994, 1996. ഓപ്ഷൻ എ 1990, ഓപ്ഷൻ ബി 1992, ഓപ്ഷൻ സി 1994, ഓപ്ഷൻ ഡി 1996. അപ്പൊ ഇതിൽ കറക്റ്റ് ആൻസർ ഇല്ല. അത് കാരണം എന്ത് ചെയ്തു, ഈ ക്വസ്റ്റ്യന് കേരള PSC എലിമിനേറ്റ് ചെയ്തു. അപ്പൊ കറക്റ്റ് ആൻസർ 1991 ആണ്. ബേബി ഫ്രണ്ട്ലി ഇനിഷ്യേറ്റീവ് വാസ് ലോഞ്ച്ഡ് ഇൻ ദ ഇയർ ഓഫ് 1991 ആണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലെ. അപ്പം WHO യുണിസെഫും കൂടെ കമ്പൈൻ ചെയ്ത് 1991 കൊണ്ടുവന്നു. അത് ഫോളോയിങ് ബൈ ദ ഇന്നസെന്റ് ഡിക്ലറേഷൻ ഓഫ് 1990 ഒരു ഡിക്ലറേഷന്റെ ഫലമായിട്ട് വന്നതാണ് 1991 ബേബി ഫ്രണ്ട്ലി ഹോസ്പിറ്റൽ ഇനിഷ്യേറ്റീവ്. ബട്ട് അത് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തതെന്നാണ് 1992. അപ്പൊ ഇവിടെ ഇന്ത്യ എന്ന് എടുത്ത് പറയാത്തത് കൊണ്ട് ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു, ചലഞ്ച് ചെയ്ത് അത് എന്ത് ചെയ്തു, എലിമിനേറ്റ് ആയി ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകും. Next question. Which of the following is a water soluble vitamin? Vitamin A, vitamin C, vitamin D, vitamin E. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഓപ്ഷൻ വാട്ടർ സോലുബിൾ വൈറ്റമിൻ ഇസ് വൈറ്റമിൻ സി. ഓക്കെ, അപ്പം നമുക്ക് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ വൈറ്റമിൻസ് ബ്രോഡ്ലി ഡിവൈഡഡ് ഇൻറ്റു 2 അല്ലെ, വാട്ടർ സോലുബിളും ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് എന്ന് പറയുന്നു. അപ്പോൾ വൈറ്റമിൻസ് എന്ന് പറയുന്നത് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്, പക്ഷെ ഒരിക്കലും നമുക്ക് ബോഡി സിന്തസൈസ് ചെയ്യത്തില്ല. ഇറ്റ് ഈസ് ഗെറ്റ് ഫ്രം ഔട്ട്സൈഡ് ത്രൂ ഡയറ്റിലാണ് നമുക്ക് കിട്ടുന്ന. വൈറ്റമിൻ ഡിറൈവ്ഡ് ഫ്രം വൈറ്റൽ ആൻഡ് അമീൻസ് എന്നുള്ള വേർഡ്സിൽ നിന്നാണ്, ലാറ്റിൻ വേർഡ്സിൽ നിന്നാണ്. അപ്പം ബ്രോഡ്ലി ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു വാട്ടർ സോലുബിൾ ആൻഡ് ഫാറ്റ് സോലുബിൾ. വാട്ടർ സോലുബിൾസ് ആർ ബി കോംപ്ലക്സ് ആൻഡ് സി. ഫാറ്റ് സോലുബിൾ ആർ vitamin A, D, E, K അല്ലെ. വാട്ടർ soluble in water, fat soluble only in fat ആണ്. അപ്പം വാട്ടർ soluble eliminate from the urine ആണ്. അപ്പം നമുക്ക് എത്ര വേണമെങ്കിലും അത് ടേക്ക് ചെയ്യാം. അപ്പം അതിൽ എന്ത് വരത്തില്ല, ടോക്സിസിറ്റി കുറവാണ് അല്ലെ. അതുപോലെ തന്നെ ഫാറ്റ് soluble ആണെങ്കിൽ അത് പറ്റത്തില്ല, ഹൈപ്പർ വിറ്റോമിനാസിസ് എന്ന് പറഞ്ഞുള്ള ടോക്സിസിറ്റി വരാറുണ്ട്. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ, വൈറ്റമിൻസ് പറഞ്ഞു. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which of the following is a type of non-probability sampling? Stratified random sampling, simple random sampling, purposive sampling, systemic sampling.
അപ്പം ഇതിലേതാണ് കറക്റ്റ് ആൻസർ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. പർപ്പസീവ് സാമ്പിളിംഗ് ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കണം പ്രോബബിലിറ്റി സാമ്പിളിംഗ് ആൻഡ് നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്താണെന്ന്. പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുമ്പോൾ ഇസ് ദ ഫാക്ട് ദാറ്റ് എവറി മെമ്പർ ഇൻ ദ പോപ്പുലേഷൻ ആസ് നോൺ ആസ് ഈക്വൽ ചാൻസ് ഓഫ് ബീയിങ് സെലക്ട്. നമ്മൾ ഒരു പോപ്പുലേഷനിൽ നിന്ന് ഒരു സാമ്പിൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു സാമ്പിൾ റെപ്രസെന്റ് ദ ഹോൾ. അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പ്രോബബിലിറ്റി സാമ്പിളിംഗ്. നോൺ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് റൂളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ റിസർച്ചർ ജഡ്ജ്മെന്റ് ഓർ റിസർച്ചർ കൺവീനിയൻസ് ബേസ് ചെയ്ത് നമ്മൾ സാമ്പിൾ സെലക്ട് ചെയ്യുന്നതാണ് നോൺ പ്രോബബിലിറ്റി സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ടൈപ്സ് ഓഫ് പ്രോബബിലിറ്റി നമുക്ക് സിമ്പിൾ റാൻഡം, സാറ്റിസ്ഫൈഡ് റാൻഡം, സിസ്റ്റമിക് സാമ്പിളിംഗ്, ക്ലസ്റ്റർ റാൻഡം സാമ്പിളിംഗ്, മൾട്ടി സ്റ്റേജ് റാൻഡം സാമ്പിളിംഗ് എന്നൊക്കെ പറഞ്ഞ് ഡിവൈഡ് ചെയ്യും. ഇനി നോൺ പ്രോബബിലിറ്റിയെ നമുക്ക് കൺവീനിയൻസ് സാമ്പിളിംഗ്, ആക്സിഡന്റൽ സാമ്പിളിംഗ്, പർപ്പസീവ് സാമ്പിളിംഗ്, എക്സ്പെർട്ട് സാമ്പിളിംഗ്, കോട്ട സാമ്പിളിംഗ്, സ്നോബോൾ സാമ്പിളിംഗ് എന്നൊക്കെ പറയാം. അപ്പം പർപ്പസീവ് സാമ്പിളിംഗ് ഏതിൽ വരും? നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് വരും. അപ്പം ബാക്കി സ്റ്റാറ്റിസ്ഫൈഡും സിമ്പിളും സിസ്റ്റമിക് എല്ലാം ഏതിൽ പോകും? പ്രോബബിലിറ്റി സാമ്പിളിംഗ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം റിസർച്ച് ക്ലാസ്സിൽ പഠിപ്പിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Next question. Which of the following indicate the flatness or peakedness of a frequency distribution? Mean, kurtosis, mode and skewness. അപ്പം ഇതിൽ ഏതാണ് സ്റ്റാറ്റിസ്റ്റിക്സിലെ റിസർച്ച് സ്റ്റാറ്റിസ്റ്റിക്സിലെ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫ് ആയിട്ട് വരുന്ന ഏതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. മീൻ ആണോ, കർത്തോസിസ് ആണോ, മോഡ് ആണോ, സ്ക്യൂഡ്നെസ് ആണോ എന്നാണ്. അപ്പോൾ ഓപ്ഷൻ ഈസ് ബി ആണ് അവിടെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇതാണ് നമ്മളെ കൊർത്തോസിസ് എന്ന് പറയുന്ന ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ഗ്രാഫ് വരുന്ന. അപ്പോൾ ഇതിൽ നോർമലി 3 കർവാണ് വരുന്നത്. അപ്പം അതിൽ പീക്ക് ആയിട്ട് വരുന്ന കർവിനെ നമ്മൾ എന്ത് വിളിക്കും? ലെപ്റ്റോ കൂർട്ടിക് കർവ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ ഡ്രോപ്പ് ആയോ ഫ്ലാറ്റ് ആയിട്ടോ നിൽക്കുന്ന ഇതിനെ നമ്മൾ എന്ത് പറയും? പ്ലാന്റി ക്യൂറിറ്റിക് എന്ന് വിളിക്കും. ഇനി നോർമൽ ആയിട്ട് അല്ലെ, നോർമൽ ആയിട്ടുള്ള കർവ് അല്ലെ, നോർമലീസ് കർവിനെ നമ്മൾ മീസോ കോർട്ടിക് എന്ന് വിളിക്കും. അപ്പോൾ ലെപ്റ്റോ കോർട്ടിക് എന്ന് പറയുന്നത് എന്താണ്? പീക്ക് ലെവൽ അല്ലെ. പ്ലാറ്റിക്കോട്ടിക് എന്ന് പറയുന്നത് എന്താണ്? പ്ലാറ്റിക്കോട്ടിക് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ട് കർവ് ആയിട്ടുള്ള ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ്. അപ്പം അങ്ങനെ നമ്മൾ ഡിഗ്രി ഓഫ് പീക്കഡ്നെസ് ആൻഡ് ഫ്ലാറ്റ്നെസ് ഓഫ് എ ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ എല്ലാം അല്ലെ 3D പോലെ നമുക്ക് ഇത് എന്ത് ചെയ്യാം? പ്ലോട്ട് ചെയ്യാൻ പറ്റും. അപ്പം തിൻ ആയിട്ടുള്ളതും അത് തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ളതും അത് തന്നെ നോർമൽ ആയിട്ടുള്ള കർവ് എടുത്തിട്ട് അതിന്റെ ഡിഫറൻസ് എല്ലാം നമുക്ക് 3D വിഷനിൽ 3D ആയിട്ട് പ്ലോട്ടിങ് ചെയ്യാൻ പറ്റുന്ന ഗ്രാഫാണ് എന്തെന്ന് പറയുന്നത്? കുർത്തോസിസ് ഗ്രാഫ്. അപ്പം കുർത്തോസിസ് എന്ന് പറയുന്ന അത് തന്നെയാണ്. അപ്പൊ ലിറ്ററലി ദ എമൗണ്ട് ഓഫ് ഹംബ് ഗ്രാഫ് എന്നും കൂടെ ഇതിനെ വിളിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ബാക്കി മീൻ ഒക്കെ അറിയാം. മീൻ ഈസ് ദ ഇംപ്ലൈസ് ദ ആവറേജ് ഈസ് ദ സം സെറ്റ് ഓഫ് ഡേറ്റ ഡിവൈഡഡ് ബൈ ദ നമ്പർ ഓഫ് ഡേറ്റ അല്ലെ. അപ്പം ടോട്ടൽ സം ഡേറ്റയെ നമ്പർ ഓഫ് ഡേറ്റ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് മീൻ എന്ന് പറയുന്നത്. മോഡ് എന്ന് പറയുന്നത് ദ വാല്യൂ ഓഫ് ഡേറ്റ ഇസ് അപ്പിയേഴ്സ് ദ മോസ്റ്റ് ആണ് നമുക്ക് എന്തെന്ന് പറയുന്നത്? മോഡ് എന്ന് പറയുന്നത്. സ്ക്യൂനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്റ്റോർഷൻ ഓർ അസിമെട്രി ഇൻ എ സിമെട്രിക്കൽ കർവ് ഓഫ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ അസിമെട്രിക്കലുമായ കർവിനെ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ പ്ലോട്ട് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? സ്ക്യൂനെസ് ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സോറി, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The standard deviation divided by the square root of the sample size. Sample error, mean, type 1 error, standard error. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഒരു ചേഞ്ച് ഡിഫറൻസ് ആണ്. അതിനെ വീണ്ടും സ്ക്വയർ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ എറർ. അത് ഏത് ടൈപ്സ് ഓഫ് എറർ ആണെന്നാണ് ചോദ്യം. അപ്പം അവിടെ അറിയാം, കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, സ്റ്റാൻഡേർഡ് എറർ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിവൈഡ് ബൈ ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ സാമ്പിൾ സൈസിനെ നമ്മൾ എന്ത് വിളിക്കും? സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയും. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ അറിയാം, ഇസ് ദ നമ്പർ യൂസ്ഡ് ടു ടെൽ ഹൗ മെഷർമെന്റ് ഓഫ് എ ഗ്രൂപ്പ് ആർ സ്പ്രെഡ് ഔട്ട് ഫ്രം ദ ആവറേജ് മീൻ ഓർ എക്സ്പെക്ടഡ് വാല്യൂ. അപ്പൊ നമ്മൾ എക്സ്പെക്ടഡ് വാല്യൂസിലോ അല്ലെങ്കിൽ ആവറേജ് മീൻസ് അതിൽ നിന്ന് വരുന്ന വ്യത്യാസത്തെയാണ് എന്തെന്ന് പറയുന്നത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ്. നമ്പർ യൂസ്ഡ് ടു ടെൽ ഹൗ മെഷർമെന്റ് ഓഫ് ഗ്രൂപ്പ് ആർ സ്പ്രെഡ് ഔട്ട് ഫ്രം ദ ആവറേജ് മീൻ ഓർ എക്സ്പെക്ടഡ് വാല്യൂസ് ആണ് സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുന്നത്. ഈ സാമ്പിളിംഗ് എറർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ എറർ കോസ്ഡ് ബൈ ഒബ്സർവിംഗ് സാമ്പിൾ ഇൻസ്റ്റെഡ് ഓഫ് ദ ഹോൾ പോപ്പുലേഷൻ. അപ്പോൾ ഒരു സാമ്പിളിൽ മാത്രം വരുന്ന എറർ ആണ് എന്താന്ന് പറയുന്നത്? സാമ്പിളിംഗ് എറർ. ഇസ് എറർ കോസ്ഡ് ബൈ ഒബ്സർവിംഗ് സാമ്പിൾ ഇൻസ്റ്റെഡ് ഓഫ് ഹോൾ പോപ്പുലേഷൻ. അപ്പോൾ സാമ്പിളിൽ വരുന്ന എറർ സാമ്പിളിംഗ് എറർ. ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത് ഇസ് എ ഫോൾസ് പോസിറ്റീവ് ആയിട്ടുള്ള എറർ ആണ്. വെൻ റിസർച്ചർ ഇൻകറക്ട്ലി റിജക്റ്റഡ് എ ട്രൂ നൾ ഹൈപ്പോത്തിസിസ്. അപ്പം ഒരു ട്രൂ നൾ ആയിട്ടുള്ള ഹൈപ്പോത്തിസിസ് ഇൻകറക്ട്ലി റിജക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫോൾസ് പോസിറ്റീവ് ആയിട്ട് വരുന്ന എറർ ആണെന്ന് പറയുന്നത് ടൈപ്പ് 1 എറർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മീൻ നേരത്തെ നോക്കിയതാണ് നമ്മൾ. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകും.
Decide quality, quantity, or level of performance that is established as a criteria to measure the performance is termed as audit, standard, evaluation, quality assurance. അപ്പം അവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. അപ്പം നമ്മൾ ഡിസൈഡ് അല്ലെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ക്വാളിറ്റിയോ ക്വാണ്ടിറ്റിയോ അല്ലെങ്കിൽ ലെവൽ ഓഫ് പെർഫോമൻസും എല്ലാം തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്ത് അതിനെ മെഷർ ചെയ്യുന്ന ആ പെർഫോമൻസിനെല്ലാം മെഷർ ചെയ്യുന്നതിന് നമുക്ക് എന്തെന്ന് പറയാം, സ്റ്റാൻഡേർഡ് അല്ലെ. സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്നത് ഒരു കാര്യം അതിൽ സ്റ്റാൻഡേർഡൈസേഷൻ ഉണ്ടായിരിക്കണം അല്ലെ. ഡിസൈഡ് ക്വാണ്ടിറ്റി, ക്വാളിറ്റി ആൻഡ് ലെവൽ ഓഫ് പെർഫോമൻസിനെ നമുക്ക് സ്റ്റാൻഡേർഡ് എന്ന് പറയാം. ഓഡിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എക്സാം ചെയ്യുന്നില്ല, റെക്കോർഡ്സ് ചെയ്ത് അല്ലെ, അതിൽ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ഓഡിറ്റ് അല്ലെ. സിസ്റ്റമാറ്റിക് ആൻഡ് ഒഫീഷ്യൽ എക്സാമിനേഷൻ ഓഫ് റെക്കോർഡ്, സ്ട്രക്ചർ, എൻവയോൺമെന്റ് റെക്കോർഡ്, ഇവാലുവേറ്റ് ദ പെർഫോമൻസ്, അതെല്ലാം വരുന്നത് നമുക്ക് ഓഡിറ്റ് എന്ന് പറയാം. ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ജഡ്ജ്മെന്റിനെ നമുക്ക് ഇവാലുവേഷൻ എന്ന് പറയാം അല്ലെ. സ്പോസ് ഓഫ് ജഡ്ജിങ് സംതിങ്, ക്വാളിറ്റി, ഇമ്പോർട്ടൻസ് ആൻഡ് വാല്യൂസ് ആൻഡ് റിപ്പോർട്ട്. ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിനാണ് ക്വാളിറ്റി അഷുറൻസ് എന്ന് പറയുന്നത്. മെയിൻറ്റെയിൻസ് ഓഫ് ഡിസൈഡ് ലെവൽ ഓഫ് ക്വാണ്ടിറ്റി ഇൻ ദ സർവീസ് പ്രൊഡക്റ്റ് എസ്പെഷ്യലി ബൈ മീൻസ് ഓഫ് അറ്റൻഷൻ ടു എവരി സ്റ്റേജസ് ഓഫ് ദ പ്രോസസ് ഓഫ് ഡെലിവറി ഓർ പ്രൊഡക്ഷൻ. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Next question. Which among the following is not a management principle of Henry Fayol? Unity, command, stability, specialization, division of work. Option C is the right answer. അപ്പോൾ ഹെൻറി ഫയോളിന്റെ 14 മാനേജ്മെന്റ് പ്രിൻസിപ്പിൾ ഉണ്ട്. വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ അതൊരു കോഡ് ഇട്ട് അങ്ങ് പഠിക്കണം. അപ്പം ഒരു കുട്ടി തന്റെ ഡാഡിയോട് ചോദിക്കുകയാണ്, ഡാഡി USSR, ഡാഡി USSR എന്ന് പറയുന്ന രാജ്യം കണ്ടിട്ടുണ്ടോ? അപ്പം ഡാഡി പറയും, ഓ ഐ സി, ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കോഡാക്കിയിട്ട് അങ്ങ് പഠിക്കുക കേട്ടോ. ഡാഡ് USSR, ഓ ഐ സി. ഡാഡ് ഫോർ ഡിവിഷൻ ഓഫ് വർക്ക്, A for authority and responsibility, D for discipline, and U for unity of command, centralization, decentralization, unity of direction, scalar change, stability of tenure, remuneration. OIC, order, initiative, subordination, individual to generate interest, equity and esprit of corpus. Okay, അത്രയേ ഉള്ളൂ ഏതെന്ന് പറയുന്ന ക്വസ്റ്റ്യൻ നമ്പർ 68. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, next question. Which among the following is the systematic arrangement of the sum total of selected experience and planned by the school or college to achieve the objectives? Syllabus, course plan, lesson plan, curriculum. അപ്പം അവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഏതാണ്? ഡി ആണ്, കരിക്കുലം. അപ്പം ഇവിടെ എന്താണ് കീവേഡ്? സ്കൂൾ ഓർ കോളേജ് ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്. അപ്പൊ സ്കൂളിന്റെ കോളേജിന്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി അവർ there is arrangement of sum total of selected experience and planned. അപ്പം അതിനു വേണ്ടിയിട്ട് അവിടെ ടീച്ചിങ് ആണോ, അങ്ങനെ ഉള്ള ടീച്ചിങ്ങിന്റെ ഫുള്ള് നമ്മൾ അറേഞ്ച് ചെയ്തെടുക്കുന്നതാണ് എന്തെന്ന് പറയുന്ന കരിക്കുലം എന്ന് പറയുന്നത്. ഇനി ഓരോന്നും അറിഞ്ഞിരിക്കണം. സിലബസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ടീച്ചേഴ്സിനും അല്ലെ, അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. എന്ന് വെച്ചാൽ എന്താണ് കോഴ്സ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ എന്താണ് കോഴ്സിന്റെ ഗോൾസ്, അല്ലെങ്കിൽ എന്താണ് കോഴ്സിന്റെ ഒബ്ജക്റ്റീവ്സ്, അല്ലെങ്കിൽ അതിലൂടെ ഒരു ഗൈഡ് ആണ് അല്ലെ. ഇറ്റ് ഈസ് ഗൈഡ് ദ സ്റ്റുഡൻറ് അല്ലെ, ഗൈഡ് ദ സ്റ്റുഡൻറ് ടു വാട്ട് ടീച്ചിങ് ക്യാൻ എക്സ്പെക്ട് ഇൻ ദ ക്ലാസ് അല്ലെ. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് എന്ത് ടൈപ്പ് ടോപ്പിക്സ് എന്തൊക്കെ പഠിപ്പിക്കുന്നു എന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത് സിലബസ്. കോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത് സെയിം ആണ്, ബെനിഫിഷ്യൽ ടു ബോത്ത് സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ടീച്ചറിനും ബെനിഫിറ്റ് ആവുന്നതാണ്. ഒരു എന്തൊക്കെയാണ് ലേണിംഗ് ആക്ടിവിറ്റി, അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഇതിന്റെ പർപ്പസ് എന്നൊക്കെയുള്ള പ്ലാൻ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്ന കോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. ലെസൺ പ്ലാൻ എന്ന് പറയുന്നത് ഡെയിലി എന്താണ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണ്, ടോപ്പിക്സ് പ്രിപ്പയർ ചെയ്തെടുക്കുന്നതാണ് ലെസൺ പ്ലാൻ. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay, next question. Organized clinical instruction in the presence of the patient is termed as nursing care plan, bedside clinic, nursing care conference, individual conference. The option is B is the correct answer. അപ്പോൾ നേഴ്സിംഗ് കെയർ പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടെയ്ൻ ഓൾ ദ റിലവൻറ്റ് ഇൻഫർമേഷൻ അബൌട്ട് പേഷ്യന്റ് ഡയഗ്നോസിസ്, ഗോൾ ഓഫ് ട്രീറ്റ്മെന്റ്, സ്പെഷ്യൽ നേഴ്സിംഗ് ഓർഡേഴ്സ് എല്ലാം വരുന്നതാണ് എന്തെന്ന് പറയുന്ന നേഴ്സിംഗ് കെയർ പ്ലാൻ. അപ്പോൾ കംപ്ലീറ്റ് ഡീറ്റെയിൽ അബൌട്ട് ദ പേഷ്യന്റ് കെയർ, പേഷ്യന്റ് ഡീറ്റെയിൽസ്, പേഷ്യന്റ് ഡിസീസ് കണ്ടീഷൻ, ബേസിക് നേഴ്സിംഗ് കെയർ പ്ലാൻ, നേഴ്സിംഗ് ഇന്റർവെൻഷൻ, നേഴ്സിംഗ് ഓർഡേഴ്സ് എല്ലാം വരുന്നതാണ് കെയർ പ്ലാൻ. ബെഡ് സൈഡ് ക്ലിനിക് എന്ന് പറഞ്ഞാൽ പേഷ്യൻസിനെ റെഫർ ചെയ്തുകൊണ്ട് പേഷ്യൻസിനെ ഫോക്കസ് ചെയ്ത് പേഷ്യന്റെ കണ്ടീഷൻ കെയർ റിലേറ്റ് ചെയ്ത് മാർക്ക് ചെയ്തുകൊണ്ട് ബെഡ് സൈഡിൽ വെച്ച് തന്നെ നമ്മൾ ടീച്ചിങ് വരുന്നതാണ്, അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറയുന്നതാണ് ബെഡ് സൈഡ് ക്ലിനിക് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ഇനി നേഴ്സിംഗ് കെയർ കോൺഫറൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ
പേഷ്യൻസ് റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ അല്ലെ. അപ്പോൾ പേഷ്യൻസ് കെയറിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ വരുന്നതാണ് നേഴ്സിംഗ് കെയർ കോൺഫറൻസ്. ഇനി ഇൻഡിവിജ്വൽ കോൺഫറൻസ് മീൻസ് ടു ഹെൽപ്പ് ടു എക്സ്പ്ലോർ അല്ലെ നേഴ്സസ് പ്രോബ്ലം ഓർ നേഴ്സസ് അല്ലെ ടു നേഴ്സസ് പ്രോബ്ലം അല്ലെങ്കിൽ നേഴ്സസ് ടു ഇൻഡിവിജ്വലി അറ്റൻഷൻ എടുക്കുന്നതാണ് എന്തെന്ന് പറയുന്ന ഇൻഡിവിജ്വൽ കോൺഫറൻസ്. ഡെസ്റ്റിൻ ടു ഹെൽപ്പ് ദ സ്റ്റുഡൻറ് ടു എക്സ്പ്ലോർ ഹിസ് ഗോൾസ് ആൻഡ് ആസ്പിറേഷൻ ആസ് വെൽ ആസ് ഷീ മേ ചൂസ് ടു അച്ചീവ് അണ്ടർ അച്ചീവ് ദ സ്കൂൾ അല്ലെ. അപ്പം അവർക്ക് ഒരു സ്പെഷ്യൽ അറ്റൻഷൻ നേഴ്സ് വരുന്നതാണ് ഏതെന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ കോൺഫറൻസ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ക്ലാസ് റെക്കോർഡിങ്സ്. അപ്പൊ ഇത് കഴിഞ്ഞു. അപ്പൊ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, അപ്പം ഞങ്ങളുടെ ക്ലാസ്സുകൾ നടക്കുന്നു. ഓൺലൈൻ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തേക്കുന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഓക്കെ ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു. ഐ ഹാവ് വീഡിയോ. താങ്ക് യു. താങ്ക് യു. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് പ്ലീസ് കോൺടാക്ട് us through Telegram or WhatsApp channel. Okay, WhatsApp group. Thank you.